3 വർഷമായി. എന്നാൽ ചില മനുഷ്യർ നമ്മളെ ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഇത് കേവലം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചരമ ദിവസമല്ല, മറിച്ച് ഒരു നാടിന്റെ മുഴുവൻ സ്പന്ദനമായിരുന്ന ഒരു മഹാനായ മനുഷ്യന്റെ ഓർമ്മ ദിവസമാണ്. ഞാനൊരു പുതുപ്പള്ളിക്കാരനാണ്. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട MLA ആയിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ കേട്ടുകഥകൾ മാത്രമല്ല, ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തെ കുറിച്ച് കേട്ട കഥകൾ മാത്രമല്ല, നേരിൽ കണ്ട നിമിഷങ്ങളും അനുഭവിച്ചറിഞ്ഞ വാത്സല്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എല്ലായ്പ്പോഴും അഭിമാനത്തോടെ പറയും. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഒരു നേതാവ് എന്ന് കാണിച്ചു തന്ന ഉദാരമായ മാതൃക കൂടിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതം. അതോടൊപ്പം അധികാരത്തിന്റെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും സാധാരണക്കാരുടെ വാതിലിൽ മുട്ടാൻ ഒരു മടിയുമില്ലാത്ത ഒരൊറ്റ നേതാവേ ഉണ്ടായിട്ടുള്ളൂ, അത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. സമയം എത്ര വൈകിയാലും എത്ര തിരക്കുണ്ടെങ്കിലും ആദ്യം ജനങ്ങൾ എന്ന് മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിച്ച ഒരു മഹാനായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഒരുപാട് എതിരാളികൾ ഉണ്ടാകാം. എന്നാൽ ഉദാരമായ ഈ മനുഷ്യ സ്നേഹത്തിന് മുൻപിൽ ഒരു എതിരാളികളും ഉണ്ടാവില്ല എന്നത് കാലത്തിന്റെ സാക്ഷ്യമാണ്. ഉമ്മൻചാണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് വരുന്നത് ഒരു മുഖ്യമന്ത്രി എന്നതല്ല, മറിച്ച് ഒരു നല്ല മനുഷ്യനാണ്. വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പുഞ്ചിരിയാണ്, സ്നേഹത്തോടെ കേൾക്കുന്ന ഒരു മുഖമാണ്. മാത്രമല്ല, ആരെയും നിരാശരാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയാണ്. വിട്ടുപിരിഞ്ഞ് 3 വർഷമായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്ന് കേരളത്തിന്റെ എല്ലാ വീടുകളിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ചില മനുഷ്യർ മരിക്കുമ്പോൾ ഒരു വ്യക്തിയെയാകും നമുക്ക് നഷ്ടപ്പെടുക. എന്നാൽ ഒരു കാലഘട്ടമാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ അവസാനിച്ചത്. സാർ, ഇന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പമില്ല, പക്ഷേ നിങ്ങൾ കാണിച്ചു തന്ന വഴിയും നിങ്ങൾ പകർന്നു നൽകിയ മനുഷ്യ സ്നേഹവും ജനങ്ങളോടുള്ള കരുതലും എന്നും ഞങ്ങളോടൊപ്പം തന്നെ. പുതുപ്പള്ളിയുടെ ഓരോ വഴിയിലും കേരളത്തിന്റെ ഓരോ മനസ്സിലും സാർ നിങ്ങളുടെ ഓർമ്മകൾ മായാതെ നിൽക്കുക തന്നെ ചെയ്യും. നല്ല മനുഷ്യർ ഒരിക്കലും യാത്രയാകില്ല, അവർ ഓർമ്മകളായി എന്നും നമ്മളോടൊപ്പം ജീവിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.